ഓൾ ഐസ് ഓൺ റാഫ എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ വ്യാപകമായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ കോതമംഗലം രൂപത മീഡിയ സെൽ ഡയറക്ടർ ഫാദർ ജെയിംസ് മുണ്ടോളികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ക്യാമ്പയിനെക്കുറിച്ച് എന്താണ് വ്യക്തമാകാൻ? 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് എല്ലാവരുടെയും, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ വളരെ ബോധപൂർവ്വം കാണുകയാണ്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സംഘർഷമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇസ്രായേലും ഹമാസ് ഭീകരവാദികളും തമ്മിലുള്ള ഒരു സംഘർഷമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഹാഷ്ടാഗ് വരേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യുദ്ധം അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു സംഘർഷങ്ങൾ അത് എവിടെയായിരുന്നാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് സംഭവിക്കരുത്. കാരണം ഒത്തിരി സാധാരണക്കാരായ മനുഷ്യർ അതിൻ്റെ അകത്ത് ഇരയാകപ്പെടുന്നു എന്നുള്ള സങ്കടകരമാണ്. അത് ഏത് രാജ്യങ്ങളോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ വംശങ്ങളോ തമ്മിലുള്ള സംഘർഷങ്ങൾ, യുദ്ധങ്ങൾക്ക് എല്ലാം ഈ ഒരു നിലപാട് തന്നെയാണ് ആവശ്യമുള്ളത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ യുദ്ധങ്ങളൊക്കെ എവിടെ നിന്ന് ആരംഭിക്കുന്നു, അതാണ് ഏറ്റവും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഇഷ്യൂവിലാണെങ്കിൽ തന്നെ ഇപ്പം ഹമാസ് ഭീകരവാദികളും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള ഈ പ്രശ്നം ഉണ്ടാകുന്നു. ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം എവിടെ നിന്ന് ആരംഭിച്ചു? ഒക്ടോബർ 7-ാം തീയതിയിലത്തെ സംഭവം നമ്മളാരും മറന്നിട്ടില്ല. വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യത്തേക്ക് ഭീകരവാദികൾ ഇടിച്ചു കയറുന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നു, കുറേയേറെ പേരെ ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോകുന്നു. അവിടെ മുതലാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ യുദ്ധം ആരംഭിച്ചതിനെപ്പറ്റി അല്ലെങ്കിൽ ഇതെങ്ങനെ തുടങ്ങി എന്നതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. ആ പ്രശ്നത്തെ ആരും ചർച്ചയ്ക്കെടുക്കുന്നില്ല, അത് വിലക്കെടുക്കുന്നുമില്ല. മറിച്ച് അത് വഴി ഉണ്ടായ പ്രത്യാഘാതത്തെയാണ് എല്ലാവരും ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തത്. ഇനി ചർച്ചയ്ക്കെടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ബോധപൂർവമായ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ഉയരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഹാഷ്ടാഗുകൾ പ്രശസ്തമാകുന്നത്? ഹിഡൻ അജണ്ട ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ള ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതിനകത്തൊരു സെലക്റ്റീവ് പ്രതികരണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു സെലക്റ്റീവ് പ്രതികരണത്തിൻ്റെ ശൈലിയുണ്ട്. അതായത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു ആളുകൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ ഹാഷ്ടാഗിന് ആധാരമായ സംഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു, 45ഓളം പേര് മരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. അവിടെ മുതലാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പർട്ടിക്കുലർ ഹാഷ്ടാഗിൻ്റെ പ്രസക്തി അവിടെയാണ് ആരംഭിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ലോകമെമ്പാടും നൂറുകണക്കിന് ആളുകൾ പലയിടങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുന്നുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള പ്രതികരണം കാണുന്നില്ല. ഇനി അത് പോകട്ടെ, ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട ക്രൈസ്തവർ, ഒരു കുറ്റവും ചെയ്യാത്ത ക്രൈസ്തവ സമുദായത്തെപ്പറ്റിയും സഭകളെപ്പറ്റിയും അല്ലെങ്കിൽ ക്രൈസ്തവ സംസ്കാരത്തെപ്പറ്റിയും അറിയാവുന്നവർക്കറിയാം, എവിടെ ആയിരുന്നാലും ആ നാടിന് നന്മ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള ക്രൈസ്തവ സംസ്കാരം ആരംഭിച്ച അതിൻ്റെ ഉറവിടങ്ങളായ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് അർമേനിയ, അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ നിന്ന് ഈ പറയുന്ന ഭീകരവാദികളുടെ വളരെ ക്രൂരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നത്, കൊല്ലപ്പെടുന്നത്. നൈജീരിയയിൽ ഇതുപോലെ തന്നെയാണ്. ആയിരക്കണക്കിന് ആളുകൾ, വൈദികരും മെത്രാന്മാരെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നു. അപ്പോഴൊന്നും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ കാണുന്നില്ല. അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ കാണുന്നില്ല. അപ്പോൾ അവർ മനുഷ്യരല്ലേ? അപ്പോൾ അവരും ഒരു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? അവർക്ക് ഇത്തരത്തിലുള്ള അവരുടെ അവരിലേക്കും ലോകത്തിൻ്റെ കണ്ണെത്തണ്ടേ? ഓൾ ഐസ് ഓൺ റാഫ എന്നാണല്ലോ. അപ്പം ഈ ഇത്തരത്തിൽ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഒരു കുറ്റവും ചെയ്യാതെ ഓടി രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെടാനായിട്ട്, കൊല്ലപ്പെടാനായിട്ട് വിധിക്കപ്പെടുന്നവർ നേരെ എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ കണ്ണ് പോകാത്തത്? ഈ ഒരു പർട്ടിക്കുലർ ആളുകളിലേക്ക് മാത്രം എന്തുകൊണ്ട് കണ്ണ് പോകുന്നു? ഇങ്ങനെയുള്ള സംസ്കാര ചിത്തരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിഷ്പക്ഷമായിട്ട് ലോകത്തെ കാണുന്ന, ലോകത്തിൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെ ചിന്തിക്കും. വളരെ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി, വളരെ ഹിഡൻ അജണ്ടയോടുകൂടി മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഹാഷ്ടാഗുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഒരു പരിധിവരെ മാധ്യമങ്ങളും ഇതിന് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മാധ്യമങ്ങൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലാണിത് പ്രചാരത്തിൽ വന്നത്. എങ്കിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊരു വിഷയം വരുമ്പോൾ ചർച്ചകളായിക്കൊള്ളട്ടെ, അഭിപ്രായ പ്രകടനങ്ങളായിക്കൊള്ളട്ടെ, അതെല്ലാം തന്നെ ഈ തരത്തിൽ ഒരു പോയിന്റിലേക്ക് മാത്രം മാറി നിൽക്കുന്നത് കാണാൻ പറ്റും. അത് പ്രത്യേക ഞാൻ ഒരു ചാനലിൻ്റെയോ അല്ലെങ്കിൽ പത്രത്തിൻ്റെയോ മാധ്യമങ്ങളുടെയോ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു ദിവസം രാവിലെ നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ചർച്ചകളും ഡിസ്കഷൻസും പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് ഇവരുടെ കണ്ണ് പായുന്നത്, ഏതിലേക്കാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൃത്യമായിട്ട് മാധ്യമങ്ങൾ അജണ്ട വയ്ക്കുന്നുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ ഇത് ഇത്രമാത്രം പ്രശസ്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച്, നൈജീരിയയിലും അർമേനിയയിലും ഒക്കെയുള്ള പാവപ്പെട്ട ക്രൈസ്തവരായിട്ട് ആളുകൾ കൊല്ലപ്പെടുന്നു, അവർ ആട്ടിപ്പായിക്കപ്പെടുന്നു. അവിടെയൊന്നും എന്തുകൊണ്ടാണ് അവർ? അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ പറ്റിയാണ് ഇവർ ചിന്തിക്കുന്നതെങ്കിൽ, മനുഷ്യരുടെ നന്മയാണ് ചിന്തിക്കുന്നതെങ്കിൽ, മനുഷ്യരുടെ നിലവിളിയാണ് ഇവരുടെ ചെവികളിൽ മുഴങ്ങുന്നതെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യരുടെ നിലവിളി അവർ കേൾക്കാത്തത്? സിമ്പിൾ ലോജിക്കുള്ളൂ. അതിനൊക്കെ ഉത്തരം തന്നിട്ട് വേണം ഇത്തരത്തിലുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിനുകളൊക്കെ ഏറ്റെടുക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ.
ഇത്തരം ഈ ക്യാമ്പയിനുകൾ ഒരു പരിധിവരെ ക്രൈസ്തവർക്കൊരു ഭീതിപ്പെടുത്തുന്ന ഒരു ഇതിലേക്ക് അല്ലാണ്ട് അതിലുപരി ഒരു ലോക സമാധാനത്തിന് തന്നെ ഒരു ഭീഷണിയായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഹാഷ്ടാഗുകൾ ഉണ്ടാക്കുന്ന ഒരു ചിന്ത ചിലരൊക്കെ നമുക്കെതിരാണ്. ചിലരെയൊക്കെ ഇവിടെ വെച്ച് പൊറുപ്പിക്കേണ്ടവരല്ല എന്നൊരു മെസ്സേജ് സൈലൻ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്കറിയാമല്ലോ, ക്രൈസ്തവ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ക്രൈസ്തവ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നോബിളായിട്ടുള്ള വളരെ കുലീനമായിട്ടുള്ള ഒരു സംസ്കാരമാണ്. എല്ലാവരെയും മനസ്സിലാക്കുന്ന, ഈശോയുടെ സന്ദേശം അത് തന്നെയാണല്ലോ. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, നമ്മളെ ദ്രോഹിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നവരോട് പോലും ക്ഷമിക്കുന്ന ഒരു രീതിയും ശൈലിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരുടെ ആഭ്യന്തര കലഹങ്ങൾ അല്ലെങ്കിൽ അയൽവക്ക രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയത്. അങ്ങനെ കുടിയേറിയ ആളുകളെ ഈ യൂറോപ്യൻസ് എന്ന് ഒരു പടി കൂടി കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ, ആ യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എത്ര ഹൃദ്യമായിട്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അവർക്ക് ഭക്ഷണവും അവർക്ക് മരുന്നും താമസ സ്ഥലവും കൊടുക്കുകയാണ്. അവരവിടെ കുറച്ച് നാളത്തേക്ക് അവരുടെ ശരീരത്തിൻ്റെ പരിക്കും യാത്രയുടെ ക്ഷീണവും ഈ പലായനത്തിൻ്റെ വിഷമമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവരുടെ തനി നിറം അവർ പുറത്തു കൊണ്ടുവരികയാണ്. അതിനുശേഷം അവർ വഴി തടയുന്നു, അല്ലേ? ആ ക്രിസ്ത്യൻ സംസ്കാരങ്ങളുള്ള സാധനങ്ങളെ അടിച്ച് തകർക്കുന്നു. ഞങ്ങൾക്കിവിടെ ജീവിക്കണം, ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വാശി പിടിക്കുന്നു. ഇതൊക്കെ അനുദിന പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹാഷ്ടാഗ് ക്യാമ്പയിനും ഇതൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഇതിനെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചാൽ, അതായത് വൺ സൈഡഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അപലപനങ്ങളും കരച്ചിലുകളും അതുപോലെ ഇരവാദവും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അത് ലോക സമാധാനത്തെ തന്നെ സാരമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ അനുദിന ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് സത്യം.